മക്കളെ, അപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ ഒരു ലീവിൽ ഇങ്ങനെ ഇരിക്കുകയാണല്ലേ. അപ്പം നിങ്ങളിപ്പോൾ കുറേ പേരൊക്കെ ആണെങ്കിൽ ഈ വിജയദശമിയോടനുബന്ധിച്ച് ബുക്കൊക്കെ പൂജയ്ക്കൊക്കെ വെച്ചിട്ടുണ്ടാകും. കുറേ പേരൊക്കെ ആണെങ്കിൽ വെക്കേഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരിക്കും. ഇപ്പോൾ അടുപ്പിച്ച് നമുക്കൊരു 3 ദിവസം ലീവൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു റിലാക്സേഷൻ മൂഡിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾക്ക് ഇത് കഴിഞ്ഞിട്ട് അല്ലേ, നമ്മളുടെ ഇനിയിപ്പം നമ്മൾക്ക് എന്താണ് ഒരു ഹോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ ഓണപരീക്ഷ നിങ്ങൾ വിചാരിച്ചതുപോലെ നടന്നില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഭയങ്കര മോട്ടിവേറ്റഡ് ആയി, ഇതുപോലെ ആയി ശരിയാവില്ല, ക്രിസ്മസ് എക്സാം ഞാൻ തകർക്കും, അങ്ങനെ നമ്മൾ മോട്ടിവേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പായി. രണ്ടാമത്തെ ഒരു കാരണം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകും, മിസ് ഞാൻ നല്ലപോലെ സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ ഒത്തിരി ബാക്ക്ലോഗ്സ്, പിന്നെ പഠിച്ചത് ഓർമ്മ കിട്ടാതെ ആകുന്നത്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഓവർ തിങ്ക് ചെയ്തിട്ട് എന്തായി പോകുന്നുണ്ട്, എനിക്ക് പറ്റാത്തതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് വേറൊരു ഗ്രൂപ്പ് ഓഫ് മക്കളുണ്ട്, അവർ നല്ല ആഗ്രഹത്തോടു കൂടി പഠിക്കാനിരിക്കുന്നുണ്ടാകും, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാകും. പക്ഷേ ചില മക്കളുടെ ചുറ്റുപാട്, അതായത് ചിലപ്പോൾ അവരുടെ ടീച്ചേഴ്സ് ആവാം, ചിലപ്പോൾ പാരൻസ് ആവാം, ചിലപ്പോൾ ഫ്രണ്ട്സ് ആവാം, അവരെ പല രീതിയിൽ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ കുറേ മക്കൾ പറയുന്നതാണ്, മിസ് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ വേണം, ഞങ്ങൾക്കും പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഞങ്ങൾക്കും ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്സ് വാങ്ങിക്കണം എന്ന ആഗ്രഹമുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇനി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടോ എന്ന് പറയുന്ന ഒത്തിരി മക്കളും നിങ്ങളുടെ കമൻസിലൂടെയാണ് മിസ്സിന് ഈ കാര്യം മനസ്സിലായത്. അപ്പോൾ അതിനാണ് ഒരു സൊല്യൂഷൻ എന്ന രീതിയിലാണ് മിസ് ഈ കാര്യം പറയുന്നത്. നമ്പർ 1, നിങ്ങൾ ഒട്ടും ലേറ്റ് ആയിട്ടില്ല എന്നുള്ള കാര്യം നമ്മൾ റിയലൈസ് ചെയ്യുക. ഓക്കെ, നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്, നമ്മൾ ഇത്ര സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും അയ്യോ എൻ്റെ സമയം പോയല്ലോ, ഇനി ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് ബാക്കിയുള്ള സമയം കൂടെ കളയും. നേരെ മറിച്ച് നമുക്കതിനൊരു മറുവശം ഉണ്ടല്ലേ, ഇനി ഇത്ര സമയം ബാക്കിയുണ്ട്, അതിൽ നമുക്ക് പഠിച്ചെടുക്കാം. ആ ഒരു തോട്ട് നമ്മുടെ മനസ്സിലേക്ക് വരാറില്ല. അത് നിങ്ങളുടെ ആരുടെയും കുറ്റമല്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇനിയും നമ്മുടെ ചിന്തകൾ മാറ്റാൻ പറ്റും, നമുക്ക് മാറി ചിന്തിക്കാൻ പറ്റും. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഇത് പറ്റും. ഓക്കെ, അപ്പം നിങ്ങളെല്ലാവരും ഇനിയുള്ള ഈ ഒരു ടൈം അതെന്താക്കിയെടുക്കുക, ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇനിയുള്ള നമ്മുടെ ദിവസങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് നിങ്ങൾ ഓരോരുത്തരും തീരുമാനിക്കണം. അല്ലാതെ ചുമ്മാ വീഡിയോ ഒക്കെ കണ്ടുപോയി മോട്ടിവേറ്റഡ് ആയി ഇന്ന് ഞാൻ നല്ല മോട്ടിവേഷനോട് കൂടി പഠിക്കും, എന്നിട്ട് അടുത്ത ദിവസം നിങ്ങളുടെ ഈ പ്ലാൻ നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വീഡിയോ കാണുന്ന ഈ സമയം കൂടി വേസ്റ്റ് ആവും അല്ലേ. അപ്പം നമ്മൾ ചിലപ്പോൾ പലതവണ നിങ്ങൾ ഇതിന് മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അപ്പോഴൊക്കെ പറ്റിയിട്ടുണ്ടാവുന്നത് എന്താണ്, നിങ്ങൾ ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് എൻ്റെ മക്കളിപ്പോൾ ഈ വീഡിയോ കാണേണ്ടി വരുന്നത്, ഒരു മോട്ടിവേഷൻ്റെ ആവശ്യം വരുന്നത്. ഇനി പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാമിന് മാർക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ ഓരോരുത്തരും ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തു അല്ലേ, എൻ്റെ മക്കളെല്ലാവരും ട്രൈ ചെയ്തു, പക്ഷേ എന്താണ്, ഇടയ്ക്ക് എവിടെയോ വെച്ച് നമ്മുടെ പ്ലാൻ ഡ്രോപ്പായി. മിസ് ഈ പറയുന്ന കാര്യം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സത്യമാണെങ്കിൽ തീർച്ചയായിട്ടും യെസ് മിസ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം എൻ്റെ മക്കൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് സംഭവിച്ച കാര്യം സംഭവിച്ചൂലേ, നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്താണ്, നമ്മൾ ഇനി തുടങ്ങാൻ പോകുന്ന കാര്യം നമ്മൾ അടിപൊളിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ അടിപൊളിയായിട്ട് ചെയ്യാൻ നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഉണ്ടാകും, നിങ്ങൾ ലേറ്റ് ആയിട്ടില്ല. ഓക്കെ, നമ്മൾ ഈ മൊമെൻറ്റിൽ തീരുമാനിക്കണം ഞാനിത് ചെയ്യും. എൻ്റെ മക്കൾ ആരും തന്നെ ലേറ്റ് ആയിട്ടില്ല, നിങ്ങൾക്ക് അതിനുള്ള സമയം നിങ്ങളുടെ മുന്നിലുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര ഭീകരമായിട്ടിങ്ങനെ ഈ ഒരു എക്സാമിനെ പേടിക്കുകയോ ടെൻഷൻ അടിക്കുകയോ ഒന്നും വേണ്ട. നിങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. പക്ഷേ ഇനി പഠിക്കുന്ന ഓരോ സമയം എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ലെവൽ ബെസ്റ്റ്. ഓക്കെ, പക്ഷെ ഒരിക്കലും പറയില്ല നിങ്ങൾ അവരെ പോലെ പഠിക്കണം, അവനെ പോലെ പഠിക്കണം, അല്ലെങ്കിൽ ടോപ്പറെ പോലെ നിങ്ങളുടെ ക്ലാസ് ടോപ്പറെ പോലെ നിങ്ങൾ പഠിക്കണം. പക്ഷെ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഉള്ള എബിലിറ്റീസ്, നിങ്ങളുടെ ഓരോരുത്തരുടെ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരാൾ മറ്റൊരാളിൽ നിന്ന് ബെറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ആരെയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പറ്റില്ല. എൻ്റെ മക്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ തന്നെ ബെസ്റ്റ് ആവുക ഓരോ ദിവസം കഴിയുമ്പോഴും. ഇപ്പം ഇന്ന് നിങ്ങൾ എത്രയാണോ പഠിച്ചത്, നാളെ അതിനേക്കാൾ കൂടുതൽ പഠിക്കാൻ വേണ്ടി നോക്കുക. അങ്ങനെ നിങ്ങളുടെ മാക്സിമം കൊടുത്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങളെ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. ആൻഡ് എത്ര കുറഞ്ഞ സമയത്തിനുള്ളിലും നിങ്ങളുടെ ആ ഒരു വിൽ പവർ നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നിങ്ങളെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനു വേണ്ടി വർക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആദ്യം തന്നെ ഇപ്പം നിങ്ങൾ മിസ്സായി പോയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് കാണാം. ഓക്കെ, ക്ലാസ്സുകൾ റെഗുലറായിട്ട്, ഇനിയുള്ള ക്ലാസ്സുകൾ മിസ്സായത് എന്ത് ചെയ്യും, അതവിടെ നിൽക്കട്ടെ, ഇനിയുള്ള ക്ലാസ്സുകൾ റെഗുലറായിട്ട് ഫോളോ ചെയ്യും.
ഓക്കെ, അപ്പം ഓൾറെഡി നമ്മുടെ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കുന്ന മക്കളാണെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകൾ കറക്റ്റായിട്ട് ലേണിംഗ് വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് തരുന്ന ടൈം ടേബിൾ അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബാച്ചസിൽ എന്താണ് ഒരു ടൈം ടേബിൾ ഉണ്ടാവും. ആ ഒരു ടൈം ടേബിളിൽ ഈ ദിവസം ഈ സബ്ജക്റ്റിൽ ഇത്ര ലേണിംഗ് വീഡിയോസ് ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് കാണുക. അടുത്ത ദിവസം നിങ്ങൾക്ക് ടെസ്റ്റ് എടുക്കാനാണെങ്കിൽ ആ ടെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇനി അതല്ല നിങ്ങൾ വേറെ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതൊന്നും അറിയില്ലായിരുന്നു, ഈ ഓപ്ഷൻ ഒന്നും അറിയില്ലായിരുന്നു, ഇനി ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറ്റുമോ? അതാണ് മിസ്സ് പറയുന്നത്, ഇതൊരു പുതിയ സ്റ്റാർട്ടാക്കിയിട്ട് എൻ്റെ മക്കൾ കൺസിഡർ ചെയ്യാം. നിങ്ങൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾ ഒത്തിരി ലേറ്റ് ആയിട്ടില്ല. കാരണം നാളെ ക്രിസ്മസ് എക്സാം അല്ല, ഒരാഴ്ച കഴിഞ്ഞാൽ ക്രിസ്മസ് എക്സാം അല്ല, നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട് ഇപ്പോൾ. സോ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ബാച്ചസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. നിങ്ങളിപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ എക്സാമിനറുടെ ക്വസ്റ്റ്യൻ ബാങ്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, കാരണം സ്റ്റോക്ക് ലിമിറ്റഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം ഒത്തിരി കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ടാവില്ല. റെഡി? അപ്പം നിങ്ങൾ ഓൾറെഡി നമ്മുടെ ബാച്ചിലുണ്ട്, റെഗുലർ ആയിട്ടല്ലായിരുന്നു എങ്കിൽ ഇനി മുതൽ ടൈം ടേബിളിനനുസരിച്ച് റെഗുലറായിട്ട് പഠിക്കുക. വേറെ രീതിയിൽ പഠിക്കുന്ന മക്കളാണെങ്കിൽ അത് നിങ്ങൾ റെഗുലറായിട്ട് കാണുക. ഇനി നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ എന്ത് ചെയ്യുക, എൻ്റെ മക്കൾക്ക് മെസ്സേജ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം, അപ്പം മിസ് ഇത്രയും മുൻപുണ്ടായ ബാക്ക്ലോഗ്സ് എന്ത് ചെയ്യും? ഇനിയുള്ളതൊക്കെ ഞങ്ങൾ സമ്മതിച്ചു, ഞങ്ങൾ ടൈം ടേബിളിൻ്റെ കൂടെ പൊയ്ക്കോളാം. പക്ഷേ ഈ ബാക്ക്ലോഗ്സ്, ഈ പഠിക്കാതെ പോയ കഴിഞ്ഞ പോർഷൻസ് എന്ത് ചെയ്യും? മക്കളെ, നിങ്ങൾക്ക് ഇപ്പോൾ ഹോളിഡേയ്സ് ഉണ്ട് അല്ലേ, ഇപ്പോൾ ലീവ് ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും സൺഡേയ്സ് വരും. ഇനി നമുക്ക് വേറെ നിങ്ങൾ കലണ്ടർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ദീപാവലിയുടെ ലീവ്, അങ്ങനെ ഒത്തിരി ഹോളിഡേയ്സ് വരില്ലേ. ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ബാക്ക്ലോഗ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തിയേ പറ്റൂ. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഓരോരുത്തരുടെയും ടൈം ഉള്ളതെന്ന് മനസ്സിലാക്കുക, അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാം. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോളിഡേയ്സിൽ ഇത് കംപ്ലീറ്റ് ചെയ്യുന്നു. അത് കൂടാതെ നിങ്ങൾ ഡെയിലി ഒത്തിരി നേരം ഇരുന്ന് പഠിച്ചില്ലെങ്കിലും എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ടൊരു 2 മണിക്കൂർ പഠിച്ചാൽ മതി. പിന്നെ നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉള്ളവരാണെങ്കിൽ ഒരു എക്സ്ട്രാ 1 hour ബാക്ക്ലോഗിന് വേണ്ടി മാത്രം മാറ്റി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും? കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എൻ്റെ മക്കൾ എല്ലാവരും ചെയ്യേണ്ടത്, നിങ്ങൾ എന്ത് ചെയ്യുക? ഒത്തിരി അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. ഓവർ തിങ്കിങ് ആണ് നമ്മളുടെ മക്കളുടെ എല്ലാവരുടെയും സമയം വെറുതെ കളയുന്നൊരു കാര്യം. അയ്യോ, പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാർക്ക് കിട്ടുമോ, എനിക്ക് ആ കുട്ടിയുടെ എത്ര മാർക്ക് കിട്ടുമോ, ഈ കുട്ടിയുടെ എത്ര മാർക്ക് കിട്ടുമോ, മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും എന്നെ എന്ത് പറയും, ടീച്ചർ എന്നെ എന്ത് പറയും? മക്കളെ, അവരാരെയും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുക. അത് നിങ്ങൾ കൊടുത്തതിന് ശേഷം ആരെന്ത് പറഞ്ഞാലും മാറ്റർ ചെയ്യില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിരിക്കും. ഓക്കെ, അപ്പോൾ അനാവശ്യ കാര്യങ്ങൾ ചിന്തിക്കേണ്ട. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്, നല്ല മെമ്മറി ഉണ്ട്. നിങ്ങളെല്ലാവരും ഏറ്റവും ബെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. മിസ് പറഞ്ഞതുപോലെ മിറർ നോക്കി പറയാറുണ്ടോ ഞാൻ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാണെന്നൊക്കെ? ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ മുന്നോട്ട് പോവാം. ഇനി നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ പഠിക്കാൻ വേറെ റിസോഴ്സും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒട്ടും താമസിക്കേണ്ട. എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. നമ്മളുടെ ബാച്ചിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയിൽ ക്ലാസ്സുകൾ ടൈം ടേബിളോട് കൂടി കിട്ടും. അപ്പോൾ ടൈം ടേബിൾ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ലേണിംഗ് വീഡിയോസ് ഉണ്ട്. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നോട്ട്സ് കിട്ടും. ആ നോട്ട്സ് വെച്ച് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം. ഇനി ഇപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനറുടെ ക്വസ്റ്റ്യൻ ബാങ്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സ് എങ്ങനെ പഠിക്കും അല്ലേ? സ്കൂളിലൊക്കെ ആണെങ്കിൽ എടുത്ത ചാപ്റ്റേഴ്സ് തീർന്നു കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞു. പിന്നെ ആ ടീച്ചറുടെ അതേ ക്ലാസ് നമുക്ക് വീണ്ടും കാണാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിൻ്റെ ക്ലാസ്സുകൾ അവിടെ തന്നെയുണ്ട്. ടോപ്പിക് വൈസ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾ ചില ചാപ്റ്റേഴ്സൊക്കെ സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. അതിൽ ചില ടോപ്പിക്സ് ആയിരിക്കും കൺഫ്യൂഷൻ. നിങ്ങൾക്ക് ആ ടോപ്പിക്ക് നോക്കി പഠിക്കാം. എല്ലാ ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത്, അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെക്ഷൻ തന്നെയുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇനി ഒത്തിരി സമയമില്ല, നിങ്ങൾ ആ നോട്ട് വായിച്ച് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ളത്. അവിടെ തന്നെ എൻ്റെ മക്കളുടെ പകുതി പ്രശ്നങ്ങൾ മാറിക്കിട്ടും. ഓക്കെ, സോ എൻ്റെ കുട്ടികളെല്ലാവരും ഇപ്പോൾ തന്നെ മിസ്സിന് ഒരു പ്രോമിസ് തരിക. മിസ് ഞങ്ങൾ അടിപൊളിയായിട്ട് പഠിക്കും, ഇത് ഞങ്ങളുടെ ഒരു പുതിയ തുടക്കമാണ്, ഈ പ്ലാൻ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്യില്ല. അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത്, എന്താണ് മിസ്സിന് തരാൻ തോന്നുന്നത്, എന്ത് പ്രോമിസാണ് നിങ്ങൾക്ക് തരാൻ തോന്നുന്നത്? ചിലപ്പോൾ ചില മക്കൾ പറയും മിസ് ഞാൻ ഓവർ തിങ്ക് ചെയ്യില്ല, ഞാനിനി നന്നായിട്ട് പഠിക്കും. ചില ആൾക്കാർ പറയുന്നത് ഞാനിത് ഡ്രോപ്പ് ചെയ്യില്ല അല്ലെ, മുന്നേ ഡ്രോപ്പ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പറയുന്നുണ്ടാവുക ഡ്രോപ്പ് ചെയ്യില്ല എന്നായിരിക്കും. അങ്ങനെ നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്തെങ്കിൽ അതിനി ചെയ്യില്ല എന്നുള്ളൊരു പ്രോമിസ് എൻ്റെ കുട്ടികൾ മിസ്സിന് തരാം.
നമ്മൾ അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഞങ്ങൾ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടും തരാൻ നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചസും ഉണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം. പഠിക്കാം. ഓൾ ദി ബെസ്റ്റ്.